രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും സൈലന്റ് ആയ എന്നാൽ ഏറ്റവും എഫക്റ്റീവായ മന്ത്രിമാരിൽ ഒരാളാണ് താങ്കൾ. താങ്കളുടെ കയ്യിലിരിക്കുന്നതായിട്ട് എല്ലാം അപകടം പിടിച്ച വകുപ്പുകളാണ്. ദിവസവും അപകടം ഉണ്ടാകുന്നതാണ്. പോർട്ടാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും വാർത്ത ഉണ്ടാകും. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്ക് സ്കാം ഒക്കെ വരുന്നു. അപ്പോൾ ഓപ്പറേഷൻ താങ്കളുടെ കയ്യിലാണ്. മുഖ്യമന്ത്രി ഇതെല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് താങ്കളെയാണ്. എന്താണ് അതിന് കാരണം? അത് ഈ പ്രത്യേക രൂപത്തിൽ അതിനകത്തൊരു കാരണം എന്നുവെച്ചാൽ എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൂടെ അഡ്വൈസും അതുപോലെ തന്നെ ടീം ക്യാപ്റ്റൻ കരുത്തനാണ്, എല്ലാ കാര്യത്തിലും നമുക്ക് താങ്ങാണ്, തണലാണ്. അങ്ങനെ നിന്നുകൊണ്ട് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. അതിപ്പോൾ തുടങ്ങുന്ന ഒരു കാര്യമല്ല. ഞാൻ മുമ്പ് ഡിസ്ട്രിക്ട് ബാങ്ക് പ്രസിഡൻ്റായിരുന്നു, റെപ്കോയുടെ ചെയർമാനായിരുന്നു, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഭരണാധികാരിയായിരുന്നു. അതിനു മുമ്പ് പ്രൈമറി സംഘങ്ങൾ, ധാരാളം സഹകരണ സംഘങ്ങൾ കൈകാര്യം ചെയ്തു. അതിനൊരു അനുഭവ സമ്പത്തുണ്ട് സഹകരണ മേഖല. അത് ചെറുപ്പം മുതലുള്ള സഹകരണ മേഖലയിലെ ഇടപെടലുകളാണ്. ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള അപവാദം ഉണ്ടാക്കാനോ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളോ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ സഹകരണ മേഖലയിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറായിരുന്നിട്ടുണ്ട്, ഹൗസ് ബഡിൻ്റെ ഡയറക്ടറായിരുന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള കാലടി സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഒരു ഘട്ടത്തിൽ MLA-മാരുടെ പ്രതിനിധിയായി പോയിട്ടുണ്ട്. അന്ന് കോട്ടയം MLA ആയിരിക്കും. ഇങ്ങനെ ഏൽപ്പിച്ച ചുമതലകളൊക്കെ കൃത്യമായി ചുമതല ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ന്യൂനതകളുണ്ടാവാം. പക്ഷേ ഞാൻ ബഹളത്തിനോ വിവാദത്തിനോ ഒന്നും സാധാരണഗതിയിൽ പോകാറില്ല. അത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി സസൂക്ഷ്മം അതിൽ ഗ്രഹപാഠം ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കുക എന്നത് അഡ്മിനിസ്ട്രേഷൻ ഒരു കലയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ആർട്ട്. അത് കൃത്യമായി ഫയലുകൾ പഠിച്ചും മനസ്സിലാക്കിയും ടൈമിലി ബോൾഡായി ഡിസിഷൻ എടുത്ത് പോവുക. അപ്പോൾ സമയബന്ധിത നടക്കും. പിന്നെ സബോർഡിനേറ്റിനെ കൈകാര്യം ചെയ്യുന്ന രീതി, അതിൽ ഓരോരുത്തരുടെയും ദൗർബല്യവും അതിലെ മേന്മയും ഒക്കെ തന്നെ മനസ്സിലാക്കി അവരെ വിന്യസിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക. അതൊരു കാര്യമാണ് ഇതിനകത്ത്. ഏത് കാര്യം ആരെ ഏൽപ്പിച്ചാൽ കൃത്യമായി റിട്ടേൺ ഉണ്ടാവും, അത് പ്രതിഫലിക്കും. അങ്ങനെ ഒരു കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. അത് ആളുകളെ പഠിക്കുന്നതാണ്. അത് അക്കാഡമിക് നിലവാരത്തിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് അനുഭവ സമ്പത്താണ്. എനിക്കുള്ളത് അനുഭവ സമ്പത്ത്. ഈ കാര്യത്തിൽ നിരവധി രംഗങ്ങളിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവങ്ങൾ ആശാനാണ്. അപ്പോൾ അത് ഓരോന്നും ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി ചെയ്ത് പോവുക, അതിനകത്ത് കേന്ദ്രീകരിക്കുക. നമ്മൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം, ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഏറ്റെടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമുക്ക് ഈ കാര്യത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുക. അതിലെല്ലാം മുൻപന്തിയിൽ മുഖ്യമന്ത്രിയുടെ കരുത്തും കർമ്മശേഷിയും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ഉപദേശവും നമ്മുടെ വഴികാട്ടിയാണ് ഈ കാര്യം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മധ്യ കേരളത്തിലെ 2 ട്രബിൾ ഷൂട്ടർമാരിൽ ഒരാൾ VN വാസവനാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ അപകടങ്ങളിൽ ഇതിന് മാത്രമല്ല, എൻ്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ അപകടങ്ങൾ എവിടെയുണ്ടോ അപകടങ്ങളെല്ലാം ആദ്യം പോകാറുള്ള ഒരാൾ ഞാനാണ്. ഈ ഞങ്ങളുടെ ജില്ലയിൽ സെൻട്രൽ ട്രാവൻകൂറിലുണ്ടായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലെ അപകടങ്ങൾ എടുത്താൽ, ഐങ്കൊമ്പ് ബസ് ദുരന്തം, 16 പേര് കത്തിക്കരിഞ്ഞ ബസ് ദുരന്തമാണ്. ആദ്യം ഫോൺ കിട്ടുന്നത് എനിക്കാണ്. 4 നൂറ്റാണ്ട് മുമ്പാണ്. അന്ന് ഞാൻ ഡിസ്ട്രിക്ട് ബാങ്കിൻ്റെ പ്രസിഡന്റ്. ഞാനാണ് ആദ്യം അവിടെ കൂടിയത്. അന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, ഇപ്പോഴത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹയാണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറാണ്. അദ്ദേഹം ആദ്യമായി കളക്ടറായി വരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് സന്ദേശം കിട്ടിയില്ല. അന്ന് CM നയനാര ഓഫീസിൽ നിന്ന് ചോദിച്ചു, നിങ്ങൾക്കെന്താ ഇത് കിട്ടാതെ? ഞാൻ വിളിച്ച് പറയേണ്ടി വന്നുള്ളൂ, ഇതൊക്കെ അറിയാൻ. അതവർക്ക് വിഷമായി. ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വണ്ടി അടിച്ച് വിട്ട് കയറിപ്പോയി. പക്ഷേ അവരുടെ വണ്ടി കിടക്കുമ്പോൾ അവരെ ഞാൻ എൻ്റെ വണ്ടിയെ കയറ്റി ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്തേ ഇല്ല. അവിടെ നിന്ന് 16 പേര് കത്തിക്കരിഞ്ഞ് കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആർക്കും ഒരു ഉടനെ കളക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അഡ്രസ്സ് കിട്ടുന്നൊക്കെ ഓരോ ആംബുലൻസ് കയറ്റി നമുക്ക് അങ്ങ് അയക്കാമെന്ന് പറഞ്ഞു. നമ്മൾ സാധ്യമല്ല. അതെന്താണെന്ന് വിളി ചോദിച്ചു. ഞങ്ങൾ ഇത് മുഴുവൻ MSCT കിട്ടേണ്ടതാണ്. MSCT കിട്ടണമെങ്കിൽ മുഴുവൻ പോസ്റ്റ്മോർട്ടം നടക്കണം. അതുകൊണ്ട് ഇത് മുഴുവൻ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സമയത്തിലോ ഹോസ്പിറ്റലിലോ. അങ്ങനെയുണ്ടല്ലേ. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. ആദ്യത്തെ കാര്യമായതുകൊണ്ട് എനിക്കത് ക്ലിക്ക് ചെയ്തില്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇത് ആര് പെറുക്കും? ഞാൻ പറയും, നമുക്കെല്ലാം ചേരാം. നമ്മളെന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളുൾപ്പെടെ അവിടെ നിന്ന് നമ്മുടെ ഈ മരം വെട്ടുന്ന തൊഴിലാളികളെല്ലാം ഞാൻ വിളിച്ചു വരുത്തി വാഴയില വെട്ടിയിട്ട് ഈ കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ പെറുക്കി 16 എണ്ണം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അപ്പം മുതൽ പിറ്റേ ദിവസം 4 മണിക്ക് ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കയറ്റി വിടുന്നോടം വരെ
പൂർണ്ണ സമയം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 2 പേര്, ഒന്ന് കളക്ടറും രണ്ടാമത് ഞാനും. അത് ചില മീഡിയ ഒക്കെ എഴുതിയിരുന്നു. അന്ന് പിറ്റേ ദിവസം ദീപിക വരെ എഴുതിയിരുന്നു ഈ ദൗത്യം ഒരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് പറയാൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്താൽ തേക്കടിയിലുണ്ടായിരുന്ന ബോട്ട് അപകടം 2 ദിവസം അവിടെ മെനക്കെട്ട് കോട്ടയത്ത് നിന്നാണ് ഞാൻ എൻ്റെ മുഴുവൻ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. കോടിയേരി ആഭ്യന്തരമന്ത്രിയാണ്. കുമരകം ബോട്ട് അപകടം 28 പേര് മരിച്ച കേസാണ്. അതിൻ്റെ മുഴുവൻ സാഹചര്യങ്ങൾ ഇടപെട്ടിരുന്നു. ഇവിടെ ചങ്ങനാശ്ശേരി ടിപ്പർ അപകടം 10 പേര് മരിച്ചൊരു കേസാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയ്ക്ക് ഇവിടെ കൂട്ടിക്കൽ ദുരന്തം 24 പേര് മണ്ണിനടിയിൽ പോയ, ഇപ്പോൾ ഇതുണ്ടാകുന്നതിന് മുമ്പുണ്ടായ ദുരന്തം കൂട്ടിക്കൽ ദുരന്തമാണ്. മുഴുവൻ 17 ഞാൻ 7 ദിവസം അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിച്ചാണ് ആ സംഭവം. അതിനുശേഷം കടുവാപ്പാറ ബസ് അപകടം. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ മിക്കവാറും ഏറ്റവും അവസാനം വയനാട് ദുരന്തത്തിൽ ആദ്യത്തെ 4 ദിവസം ഞാനുണ്ടായിരുന്നു. ഞാൻ ഗുരുവായൂർ നിൽക്കുമ്പോഴേ വിഷയറി നേരെ വയനാട് പോവുക. ഇങ്ങനെ ഏത് സംഭവങ്ങളുണ്ടായാലും ആ ദുരന്തമുഖത്ത് എല്ലാ സമയത്തും പോകാറുണ്ട്. അത് കൊച്ചു കൊച്ചു നാട്ടിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങൾക്ക് പോലും ഈ ആളുകൾ ആദ്യം വിളിക്കാറുണ്ട്. ഞാനൊരു രസകരമായ സംഭവം പറയാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുരിച്ചിക്കും ഇടയ്ക്ക് ഒരു തടിലോറി ഒരിക്കൽ കയറി വന്നിട്ട് എൻ്റെ മോളിൽ 4 പേരുണ്ടായിരുന്നു. വടം പൊട്ടി 4 പേര് അടിയിൽ പോയി. ഈ അടിയിലേക്ക് പൊട്ടി വീണ ഉടൻ തന്നെ ഒരാളെന്നെ വിളിക്കുക. അത് എന്നെ ആൾ വിളിച്ച് മിക്കവാറും വിളിക്കുന്നത് വാസവൻ ചേട്ടാന്ന് വിളിക്കും. വാസവൻ ചേട്ടാ ഇതിവിടെ ഒരു തടിലോറിയുടെ മണ്ട് ഇത് പൊട്ടിയിട്ട് ആളുകൾ അടിയിൽ പോയിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വണ്ടി കയറി ട്രെയിനിന് പോകാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ വണ്ടി നേരെ തിരിച്ചങ്ങ് വിട്ടു. പോകുന്ന വഴിക്ക് ഞാൻ SP വിളിച്ച് കളക്ടർ, അന്ന് SP ഇപ്പോഴത്തെ ADGP ഷീത്താണ്, കളക്ടർ നമ്മുടെ രാജു നാരായണസ്വാമി. ഞാൻ ചെന്ന് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് ഇവർക്ക് 2 പേർ. അപ്പോൾ അവരോട് ചോദിച്ചു ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പൊട്ടിയപ്പോൾ കണ്ടുകൊണ്ടുവന്ന ഒരാളിനെ വിളിച്ചു. അപ്പോൾ അയാളോട് ഇവർ ചോദിച്ചു നിങ്ങൾ പോലീസിനെ വിളിക്കാതെ എന്നെ വിളിച്ചെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു വാസവഞ്ചനെ വിളിച്ചാൽ പിന്നെ 3 കൂട്ടർ എത്തിക്കോളൂ, ഒരാൾ വിളിച്ചു, അതുകൊണ്ട് അങ്ങനെ വിളിച്ചത്. അപ്പം അങ്ങനെ വിളിക്കുന്നത് അതാ. ഒരിക്കൽ ഞാൻ മമ്മൂട്ടിയിലേക്ക് ചെന്നപ്പോൾ മമ്മൂട്ടി ഇലക്ഷൻ സമയത്ത് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് നിങ്ങളെത്തുന്നത് എങ്ങനെയാണ് വരുന്നത്. അപ്പം മമ്മൂട്ടിയുടെ ഒരു നിർമ്മാതാവുണ്ടായിരുന്നു നമ്മുടെ സന്തോഷ് കുരുവിള. അയാളുടെ വീടൊരിക്കൽ ശശിക്കറിയാം, വീടൊരിക്കൽ ഇടിഞ്ഞു വീണു. അപ്പോൾ ഒരു ഫയർഫോഴ്സിൻ്റെ സേറം കേട്ടു. ഞാനൊന്നും MLA. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഫയർഫോഴ്സ് അങ്ങോട്ടാണ് ഇന്ന വീട്ടിലേക്ക്. അവർ നേരെ വഴി കയറി വരുമ്പോൾ ഞാനൊരു കുറുക്ക് വഴി കയറി ആദ്യം വീട്ടിൽ ഞാനെത്തി. അപ്പോൾ പുള്ളിയൊന്ന് പറഞ്ഞതാണ് ഇത്. അപ്പോൾ അങ്ങനെ ഈ ഫയർഫോഴ്സുകാരുടെ സൈറൻ കേട്ടാലും ഞാൻ അടുത്ത ഫയർ സ്റ്റേഷൻ വിളിക്കാതെ അങ്ങോട്ടാണ് ആ കൂടെ പോകാറുണ്ട്. അതൊരു പൊതുവേ പൊതുപ്രവർത്തകർ ചെയ്യേണ്ട ഒരു ധർമ്മമാണെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ പോയാൽ ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭത്തിൽ ചില ആളുകൾ രക്ഷപ്പെടുത്താൻ കഴിയും, ചില വിഷയങ്ങളിൽ വലിയ അനുകൂലമായ ഘടകം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നമ്മുടെ ഇടപെടൽ ചില സമയത്ത് കൂടുതൽ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പൊതുപ്രവർത്തകർ ഇടപെടണമെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അതിപ്പോൾ തുടങ്ങിയ ഒരു കാര്യമല്ല, മുമ്പ് നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്.